എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 13. കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്താകലോലമുക്താ ഫലാന്വിത. ഇവിടെ പ്രധാനമായും രണ്ട് നാമങ്ങൾ. ഒന്ന്, കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത, എന്നാൽ കനകനിർമ്മിതമായ അങ്കദങ്ങളാലും കേയൂരങ്ങളാലും കമനീയമാക്കപ്പെട്ട ഭുജങ്ങളോട് കൂടിയവൾ. അങ്കദവും കേയൂരവും തോൾവളയാണെങ്കിലും കൈമുട്ടിന് തൊട്ടുമേൽ ചാർത്തുന്നതിനെ അങ്കദമെന്നും തോളോട് അല്പം ചേർന്ന് ഉയർന്നായി കാണുന്നത് കേയൂരവും എന്ന് പറയുന്നു. ഇവിടെ ദേവിയുടെ ഭുജങ്ങളിൽ ചാർത്തിയിരിക്കുന്ന ആഭരണത്തിന്റെ വർണ്ണനയാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ നാമം രത്നഗ്രൈവേയ ചിന്താകലോലമുക്ത ഫലാനിത. രത്നഗ്രൈവേയം, രത്നം പതിച്ച കണ്ഠശരം, അതായത് രത്നം പതിച്ച കണ്ഠത്തിലെ മാല. ചിന്താകം എന്നാൽ പതക്കം. ലോലമുക്താഫലം എന്നാൽ ഇളകിയാടുന്ന മുത്തുമണി. ഇവിടെ രത്നഖചിതമായ കണ്ഠശരം ചാർത്തി അതിലെ പതക്കത്തിൽ ഇളകി തുടിക്കുന്ന മുത്തുമണികളുടെ തിളക്കത്താൽ അഴകാർന്ന കഴുത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം. ഇവിടെ ദേവിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ രത്നഗ്രൈവേയ പതക്കത്തിന്റെ ശോഭയെക്കുറിച്ച് പറയുന്നു. ആ പതക്കത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. ഗ്രൈവേയ ചിന്താക ലോലമുക്ത ഫലാനിത എന്നതിൽ നിന്നും ഗ്രൈവേയ ചിന്ത, ലോല, മുക്ത എന്നീ പദങ്ങൾ വേർതിരിച്ച് 3 തരം ഭക്തന്മാരെ പരാമർശിക്കുന്നതായി ശ്രീ ഭാസ്കരരായർ സൗഭാഗ്യഭാസ്കരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രൈവേയ ചിന്തകന്മാർ, ലോല ചിന്തകന്മാർ, മുക്ത ചിന്തകന്മാർ എന്നിങ്ങനെ 3 തരം ഭക്തന്മാരെ കുറിച്ച് പരാമർശിക്കുന്നു. ദേവിയെ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്തവർ ഗ്രൈവേയ ചിന്തകന്മാരും, പ്രാപഞ്ചിക വിഷയങ്ങളിലുള്ള ആസക്തിയോടുകൂടി ദേവിയെ ഉപാസിക്കുന്നവർ ലോല ചിന്തകന്മാരും, നിഷ്കാമമായി ദേവി ഉപാസന ചെയ്യുന്ന ഭക്തന്മാരെ മുക്തചിന്തകന്മാരും എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. അതായത് ആരെല്ലാം ഏതേതു പ്രകാരം ദേവിയെ ശരണം പ്രാപിക്കുന്നു അവരെ ഭഗവതി അനുഗ്രഹിക്കുന്നു എന്ന് സാരം. നാമങ്ങൾ: ഓം കനകാംഗത കേയൂര കമനീയ ഭുജാന്വിതായേ നമഃ. ഓം രത്നഗ്രൈവേയ ചിന്താക ലോലമുക്ത ഫലാന്വിതായേ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.